എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം, അതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഞാൻ ദേ വന്നിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ പറമ്പ് കത്തിച്ചു എന്നും പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ആ വീഡിയോ. പക്ഷെ ആ വീഡിയോയിൽ ഞാനൊരു കാര്യം ഞാൻ പറയാം. ആ വീഡിയോ നമ്മൾ ഭയങ്കര തമാശയായിട്ടാണ് എടുത്തതെങ്കിലും പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ച സമയത്താണ് കത്തിച്ചത്, അതും പോരാണ്ട് നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റും ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ കത്തിച്ചപ്പോൾ ഇത് തീ പെട്ടെന്ന് കയറി പിടിച്ചു. അപ്പോൾ അതാണ് ഇത്രയും തന്നെ കത്തിയത്. ഇവിടെ നോക്കിയാണെങ്കിൽ കാണരുതേ, ഇവിടം വരെ കയറി കത്തി. അമ്മ അവിടെ ഒരു ചെറിയ കോല് ഏതാണ്ട് കൊണ്ട് ഇട്ടാണ് അത് ഇവിടം വരെ. ഇങ്ങനെ കാണിച്ചത് ഇത് കണ്ടതേ, ഇവിടം വരെ കത്തി കണ്ട. എന്നിട്ട് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഇവിടെ ഒരു പൈപ്പുണ്ട്, അവിടെ ഒരു പൈപ്പുണ്ട്, അവിടെ 2 പൈപ്പുണ്ട്. അങ്ങനെ പൈപ്പ് പിന്നെ പുറത്ത് ഒരു പൈപ്പുണ്ട്. അങ്ങനെ കുറേ പൈപ്പുള്ള കാരണം നമ്മൾ പെട്ടെന്ന് വെള്ളം എടുത്ത് കൊണ്ടൊക്കെ എടുത്തി. പിന്നെ അതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് ആളിക്കത്തിൽ നിർത്താൻ പറ്റി. എന്നാൽ ഇത്രയും പൈപ്പുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വാഴ വരെ നിന്ന് കത്തി കഴിച്ചതേ. ഇത് കണ്ടോ, എനിക്കത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കണ്ട, വാടിയ വാഴയിലാണില്ല ഇവിടെ മൊത്തം. ഈ വാഴയൊക്കെ നിന്ന് കത്ത് വരുന്നു അങ്ങോട്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടില്ല ആരും ഇതുവരെ. അപ്പോൾ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങനെ കത്തിയെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയ്ക്ക് കോമഡി ആയിട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ അമ്മ ചുമ്മാ കൊണ്ട് ഇട്ടാണേലും കാറ്റ് കയറിയിട്ട് വെള്ളം ഒഴുകണ പോലെയാണ് ഈ തീ കയറി പുല്ലേട്ട് മൊത്തം പിടിച്ചത്. ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം. ഉദാഹരണം പുല്ലങ്ങോട്ട് ഉണങ്ങിയതേ. ഇത് കണ്ടോ, കരിഞ്ഞത് കയ്യിലൊക്കെ ചാരായി പോയിട്ടോ. അപ്പം ഇത്രയും കത്തി മൂത്തക്കയ അവൾ ഇത്രയും ഇങ്ങനെ ആയിപ്പോയി. അപ്പം ഇതുപോലെ എന്തായാലും കത്തുമ്പോൾ ഇങ്ങനെ വരും, സ്വാഭാവികം. അപ്പം പക്ഷെ അത് കത്തി കഴിഞ്ഞ് ഇത്രയും കയറി പിടിച്ച്. ഞാൻ ഇവിടെ മാത്രമല്ല, ഇവിടെ കാണുമ്പോൾ നിങ്ങളവർക്ക് ഇത്ര കത്തിയുള്ളൂ എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. ഇത് ഇവിടെ നോക്ക്, ഞങ്ങൾ ഒരു ദിവസം ഇവിടെ കത്തിക്കാൻ നോക്കിയിട്ട് മൊത്തം കത്തിയില്ല കേട്ടോ. ഇതെന്താ ഇങ്ങോട്ട് വാഴ മറിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് വാഴ മറിഞ്ഞു പോയി ഗൈസ്. ഇതുണ്ടോ, വാഴയിലൊക്കെ ചവിട്ടുമ്പോൾ കുറേ ചെതലരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതാണിത്. ഇവിടെ ഇത്രയൊക്കെ കയറി പിടിച്ചിട്ട് അങ്ങോട്ടും കൂടി കാണിക്കണം. നോക്ക്, ഇതുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു പൊക്കത്തിൽ പുല്ലുണ്ടായിരുന്നു കേട്ടോ. കയ്യിൽ നിറച്ച് കരി. ഈ പൊക്കത്തിൽ പുല്ലുണ്ടായിരുന്നു. അമ്മ കത്തിച്ചങ്ങ് വിട്ടൊന്നും നോക്കിയില്ല, അങ്ങ് കയറി പിടിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പറയുവാണെങ്കിൽ ഈ പുല്ല് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണങ്ങാണ്ട് ഇത് നമ്മൾ മരുന്നടിച്ച് ഉണക്കിയതാണ്. അപ്പം മരുന്നടിക്കുന്നതിന് മുന്നേ ഇത്രത്തോളം പൊക്കമുണ്ട്. ഇത്രയും വരും, അത്രയ്ക്ക് പൊക്കമുണ്ടായിരുന്നു. കാരണം നമ്മളങ്ങ് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞപ്പോൾ ഇത് പുല്ലങ്ങ് കയറി പിടിച്ച്. അപ്പം അങ്ങനെ കയറി പിടിച്ചപ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി പറിച്ച് കളയാനൊന്നും നോക്കിയിട്ട് നടന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ ആളെ വിളിച്ച് മരുന്നടിപ്പിച്ച് കുറേ നാൾ കഴിഞ്ഞാണ്, എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞാണ് ഇങ്ങനെ ഉണങ്ങി കിട്ടിയത് കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോഴേ വാടി ഉണങ്ങിയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാണ് ഇത്രയും ഉണങ്ങിയത്. അപ്പം ഇതിപ്പോൾ അടിച്ചിട്ട് കുറേ ഒരു 5-6 ദിവസമല്ല കേട്ടോ, കുറേ ആഴ്ചയായി. അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് പുല്ല് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, ഏകദേശം ഇത്ര ഉണ്ടായിരുന്നു. ഇത്രയും വന്നോക്കിയെന്ന് ഓർത്ത് നോക്കി, ഇത്രയും പുല്ലുണ്ടായിരുന്നേ. അത് അടിച്ചിട്ട് ഞങ്ങളിതിന് മുന്നേ തീ ഇട്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. തീ ഇട്ടപ്പോഴത്തേക്ക് കയറി പിടിച്ചില്ല, കാരണം അത് അടിയിലൊക്കെ ഉണങ്ങിയിട്ടില്ലായിരുന്നു. അവിടെ നോക്കുവാണെങ്കിൽ കുഞ്ഞു പുല്ല് കണ്ടോ, ഇവിടെ മൊത്തം കോളായി കിടക്കുവാണ്. ഞങ്ങൾക്കൊന്ന് ശരിയാക്കണം ഇനി. അപ്പോൾ ഇവിടെ മൊത്തം പുല്ലെന്ന് പറഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പഴയ വീഡിയോ കാണുന്നവരും ആയിരിക്കാം, കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും ഇവിടെ എന്തോരം പുല്ലുണ്ടായിരുന്നു. അത്രയും പുല്ല് നമ്മൾ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ അയ്യോ, ആളിപ്പോഴത്തെ ഞങ്ങൾ അവിടെ നിന്നിട്ട് വരെ ആവിച്ചു പോയി. അപ്പോൾ ഇവിടെ നിന്ന് അമ്മ ചുട്ടു പോകാതിരുന്ന നന്നായിട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ പറയുക, അമ്മ ഒരു ഭയങ്കര സാധനമാണ്. എന്താ വെച്ചാൽ കത്തിച്ചങ്ങനെ വിട്ട് എന്നിട്ട് സ്വയമായി വെള്ളം ഉപയോഗിച്ചിട്ടോ. എന്നിട്ട് രാത്രിയായിട്ട് പുക വരുന്നു, മണം വരുന്നു. ഈ പുല്ല് കത്തിയിട്ട് ഒരുമാതിരി മണം വരൂലേ. ഗായ്സ്, നമ്മുടെ ഈ പനയിൽ പനാന്ന് അടക്ക കണ്ട, അടക്കയാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് അവിടെ കൊല. അമ്മ അവിടെ നിന്ന് ഒറ്റയടിക്ക് അങ്ങ് കത്തിച്ച് ഗൈസ്, അതങ്ങ് കയറി പിടിച്ചു. എന്തായാലും എൻ്റെ അമ്മേനെ ഞാൻ സമ്മതിച്ചിരിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അന്നിട്ട വീഡിയോ
കണ്ടിട്ട് ആരും തമാശയൊക്കെ എടുക്കരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഉച്ചക്കൊന്നും കയറി കത്തിക്കാൻ പാടില്ല. ഇത്രയും വെയിലത്ത് കൊണ്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം, നല്ല രസമായിരിക്കും. അതിന് നടുക്ക് പോയി നിന്നാൽ മതി, കത്തിയിരിക്കും അവിടെ. അപ്പോൾ എന്തായാലും അവിടെ പോയി ആരും കത്തിക്കാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ കാണിച്ച പോലെ ആരും അനുകരിക്കരുത്. എന്തായാലും ഞങ്ങളുടെ ഇവിടെ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റി നമ്മുടെ പറവ്. പിന്നെ അതുമല്ലതെ നമ്മുടെ ഇവിടെ ലൈൻ കമ്പിയുണ്ട്, അങ്ങോട്ടൊക്കെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ കത്തിയൊക്കെ ഇരിക്കും, നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് തന്നെ നിർത്താൻ കാരണം തന്നെ. ഇല്ലെങ്കിൽ അമ്മ ഈ പറമ്പ് കത്തിച്ചേനെ. നമുക്ക് പേടിയായിട്ട് പിന്നെ അങ്ങോട്ടൊന്നും കത്തിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറമ്പ് കത്തിച്ചതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത്. എന്തായാലും ആ വീഡിയോ കോമഡി ആയിട്ടാണ് എടുത്തെങ്കിലും ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിധത്തിലുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചോട്ടിക്കുക. ബൈ.